നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 210 210. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 5-ാം അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകമാണ് പറയുന്നത്. ശ്രീ ശുക ഉവാച സയേവം ഭഗവാൻ പൃഷ്ട ക്ഷത്രാകൗഷാരവോ മുനി പുംസാം നിശ്രേയസാർത്ഥേന തം ആഹ ബഹുമാനയൻ. സയേവം ഭഗവാൻ പൃഷ്ട ക്ഷത്രാകൗഷാരവോ മുനി പുംസാം നിശ്രേയസാർത്ഥേന തം ആഹ ബഹുമാനയൻ. വിദുരരാൽ ഇപ്രകാരം ചോദിക്കപ്പെട്ട ഭഗവാനായ ആ മൈത്രേയ മുനി മനുഷ്യരുടെ പരമപുരുഷാർത്ഥത്തെ ഉദ്ദേശിച്ചിട്ട്, ആ പരമപുരുഷാർത്ഥത്തെ ഉദ്ദേശിച്ചിട്ട് എന്നുള്ളതിൻ്റെ വാക്കെന്തശുണ്ടോ ശ്ലോകത്തിൽ? നിശ്രേയസാർത്ഥേന. അതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. അവരവരെ കൊണ്ട് അവരവർ സ്വയം ധർമാർത്ഥ കാമ മോക്ഷത്തിലേക്ക് എത്തുക, മറ്റുള്ളവരെ എത്തിക്കുക. പരമപുരുഷാർത്ഥത്തെ ഉദ്ദേശിച്ചിട്ട് അവനെ ആദരിച്ചും കൊണ്ട് പറഞ്ഞു നാം. ആഹ. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം ശ്രീ ശുകമുനി അരുളി ചെയ്തു. എന്താ ശുകമുനി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ പോരാ, അരുളി ചെയ്തു. അത് ആ വ്യക്തിയുടെ പ്രഭാവമാണ് കാണിക്കുന്നത്. ഇപ്രകാരം വിദുരർ ചോദിച്ചപ്പോൾ ഇത് കേവലം സ്വാർത്ഥപരമായ ചോദ്യമല്ല, അവരവരുടെ നന്മയ്ക്ക് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളത് ചെയ്യരുത്. പൊതുകാര്യ പ്രസക്തി വേണം. മറ്റുള്ളവരെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കണം. സഹോദരനാണെങ്കിലും അച്ഛനാണെങ്കിലും അളിയനാണെങ്കിലും whoever it may be. അപ്പോൾ ഇതിൻ്റെ മറുപടി സകല ജനങ്ങൾക്കും പരമപുരുഷാർത്ഥം സാധിപ്പാനുള്ള മാർഗമായി തീരാവുന്നതാകയാൽ ലോകോപകാരമായ ചോദ്യം ചെയ്ത വിദുരരെ ആദരിച്ചുകൊണ്ട് ഭഗവാൻ മൈത്രേയൻ പറഞ്ഞു. ഇതിങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞെന്തിനാ? വിദുരർക്കട് പറഞ്ഞു കൊടുത്താൽ പോരെ? അങ്ങനെയല്ല. എന്നെപ്പോലുള്ളവർക്കും നിങ്ങളെപ്പോലുള്ളവർക്കും ക്ഷേമം ഉണ്ടാവണമെങ്കിൽ മൈത്രേയ വിദുര സംവാദം, നാരദ മൈത്രേയ സംവാദം, അല്ലെങ്കിൽ ആർക്കൊക്കെ കേമത്തിലുണ്ടോ അവരുടെ ഒക്കെ സത്സംഗങ്ങളാണ് ഇതെന്ന് മനസ്സിലാക്കണം. പല ആൾക്കാരുടെയും സത്സംഗങ്ങളെ ക്രോഡീകരിച്ചിട്ടാണ് ഭാഗവതം സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതിൽ മുഴുവൻ സംവാദങ്ങളാണ്. മൈത്രേയ വാച. അപ്പം മൈത്രേയൻ പറയണു 18-ാമത്തെ ശ്ലോകം. സാധു പൃഷ്ടം ത്വയാ സാധോ ലോകാൻ സാധു അനുഗൃഹ്ണതാ കീർത്തിം വിതന്വതാ ലോകേ ആത്മനോ അദോക്ഷജാത്മനാം. സാധു പൃഷ്ടം ത്വയാ സാധോ ലോകാൻ സാധു അനുഗൃഹ്ണതാ കീർത്തിം വിതന്വതാ ലോകേ ആത്മനോ അദോക്ഷജാത്മനാം. അതിൻ്റെ വാക്കാർത്ഥം വരുന്നത് അദോക്ഷജനിൽ ആത്മാവിനെ, ആത്മാവ് എന്ന് പറഞ്ഞാൽ മനസ്സിനെ തന്നെ അർത്ഥേ. അപ്പോൾ ഈ മനസ്സാണ് ആത്മാവ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഹൃദയഗഹ്വരത്തിൽ എന്നൊക്കെ പറയും, അത്രയേ ഉള്ളൂ. അപ്പോൾ അദോക്ഷജനിൽ ആത്മാവിനെ വെച്ചിരിക്കുന്ന ആത്മാവിൻ്റെ അങ്ങയുടെ കീർത്തിയെ ലോകത്തിൽ വിസ്തരിക്കുന്നവനും ലോകർക്ക് വേണ്ടി വിസ്തരിക്കുന്നവനും ലോകങ്ങളെ വിശേഷമായി അനുഗ്രഹിക്കുന്നവനുമായ അങ്ങയാൽ നന്നായി ചോദിക്കപ്പെട്ടു.
ദി ബെസ്റ്റ് ക്വസ്റ്റ്യൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം മൈത്രേയൻ പറഞ്ഞു, ഹേ സാധോ, അങ്ങയുടെ ഈ ചോദ്യം ലോകാനുഗ്രഹത്തിനും ഇന്ദ്രിയങ്ങളാൽ ഗ്രഹിക്കപ്പെടുവാൻ കഴിയാതിരിക്കുന്ന ഈശ്വരനിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കാണ്ട് നിവർത്തില്ല. എന്താണ്? ഇന്ദ്രിയങ്ങളാൽ ഗ്രഹിക്കപ്പെടുവാൻ കഴിയാതിരിക്കുന്ന ഈശ്വരനിൽ. പിന്നെ ഇപ്പോൾ ഈ 11 മണിക്കും 12 മണിക്കും കൃഷ്ണൻ്റെ അലങ്കാരത്തിനെ പറ്റി വർണ്ണിച്ചിട്ട് എന്താ കാര്യം? തത്വങ്ങളെ വർണ്ണിക്കൂ, അലങ്കാരമല്ല, തത്വങ്ങളെ വർണ്ണിക്കണം. അപ്പോൾ പിന്നെ പറയണു, ഈശ്വരനിൽ മനസ്സുറയ്ക്കുന്നതിനും ലോകത്തിൽ അങ്ങയുടെ കീർത്തി നിൽക്കുന്നതിനും കാരണമായിരിക്കുന്നതിനാൽ ഏറ്റവും ഉചിതമായിരിക്കുന്നു. തനിക്കും ലോകത്തിനും ഒരുപോലെ കാര്യം ചെയ്യുന്നവർ തന്നെ സാധുവെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. സാത്വിക നിധി എന്ന് പറഞ്ഞാൽ അയാളുടെ ഉത്തരവാദിത്വം എന്താ? കൂടെയുള്ളവരെ കൊണ്ട് നടത്തുക എന്നാണ്. കൂടെയുള്ളവരെ ശ്രദ്ധിക്കാണ്ട് തനിയെ പോരുത് എന്ന് പറഞ്ഞാൽ ഒപ്പം വർത്തമാനം പറഞ്ഞ് പോകണമെന്നല്ല പറഞ്ഞത്. ലീഡ് ചെയ്യണ ആളൊരു 10-20 അടി മുന്നിൽ നടക്കട്ടെ, മറ്റുള്ളവരോടൊപ്പം വരാൻ പറയാം. അപ്പോൾ ആർക്കും പിന്നെ എന്താ സത്സംഗം ഉണ്ട്, പക്ഷേ അറ്റാച്ച്മെൻ്റ് ഇല്ല. അറ്റാച്ച്മെൻറ്റിന് ഡിറ്റാച്ച്മെൻ്റ് എന്നാ. അപ്പോൾ 19ാമത്തെ ശ്ലോകം, നൈതചിത്രം ന ഇതചിത്രം എന്നാ പറയുക. നൈതത് ഏതത് ന ചിത്രം ന ചിത്രം നൈത് ഏതത് ന ചിത്രം ഏതത് ന ചിത്രം ഏതത് ന ചിത്രം നൈതചിത്രം എന്ന് പറയും. ത്വയി ക്ഷത്തർഭാതരായണ വീര്യജേ ഗൃഹീതോ അനന്യഭാവേന യത്വയാ ഹരിരീശ്വര, ഹരി ഈശ്വരനാണ്. ഏതൽ ന ചിത്രം ത്വയി ക്ഷത്തർഭാതരായണ വീര്യജേ ഗൃഹീതോ അനന്യഭാവേന യത്വയാ ഹരിരീശ്വര. ഹേ വിതുര, വ്യാസവീര്യത്തിൽ നിന്ന് ജാതനായ നിന്നിൽ. ആര്? വിതുരര് വ്യാസബീജം, വ്യാസരനെന്ന് പറയണ്ടേ? അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് വ്യാസവീര്യത്തിൽ നിന്ന് ജാതനായ നിന്നിൽ ഇത് ആശ്ചര്യമില്ല എന്ന് പറഞ്ഞതാ. യു ആർ ബോൺ, നീതിമാനാണ് അദ്ദേഹം. അപ്പോൾ അനന്യഭാവന കൂടാതെ വേറെ ഒരു ഇതുമില്ല. ലോകാസമസ്ത സുഖനോ ഭവന്തു, അതിനേക്കാൾ മീതെ വേറൊന്നുമില്ല, ഭാവനയില്ല. അനന്യഭാവ കൂടാതെ നന്നാൽ ഈശ്വരനായ ഹരി ഗ്രഹിക്കപ്പെട്ടു. ഈശ്വരൻ ആരാന്നുള്ളത് അങ്ങേക്ക് അറിയാം. അതോ അതിനെ പറ്റി പറയാം. അപ്പോൾ ഇത് വാക്കാർത്ഥം പറയുമ്പോൾ അങ്ങനെ അറിയുള്ളൂ. ഒരു സ്കെൽട്ടനാണത്. ഇനി അതിനെ ഒരു മാംസവും രുധിരമൊക്കെ വെച്ചിട്ടൊരു കൊഴുപ്പൊക്കെ ആയിട്ട് സുമുഖ ആക്കുകയാണ് ഈ ഭാവാർത്ഥത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ പറഞ്ഞു, ഹേ വിതുര, അന്യഭാവന കൂടാതെ ഈശ്വരനായ ഹരിയെ ഹൃദയത്തിൽ ധരിച്ചിരിക്കുന്നത് വ്യാസപുത്രനായി നിന്നിൽ ആശ്ചര്യമില്ല. യഥാബീജം തഥാ അങ്കുരം, വിത്ത് നന്നായാൽ മുള നന്നാവുന്ന. യഥാരാജ തഥോ പ്രജ എന്ന് പറഞ്ഞ മാതിരിയാണ്. യഥാ ബീജം തഥാ അങ്കുരം, അങ്കുരം എന്ന് പറഞ്ഞാൽ മുള വരിക എന്ന ന്യായേന വിത്തിന് സദൃശമായിട്ട് മുള വരുന്നത് സാധാരണ തന്നെ എന്ന് സൂചിപ്പിക്കുന്നു. 20ാമത്തെ ശ്ലോകം, മാണ്ഡവ്യശാപാൽ ഭഗവാൻ പ്രജാസംയമനോ യമാം ഭ്രാതുക്ഷത്രേ ഭുജിഷ്യായാം ജാത സത്യവതി സുതാത്. വളരെ ഗൗരവമായിട്ടാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? മാണ്ഡവ്യശാപാൽ ഭഗവാൻ പ്രജാസംയമനോ യമാ ഭ്രാതുക്ഷത്രേ ഭുജിഷ്യായാം ജാത സത്യവതി സുതാത്. മാണ്ഡവ്യശാപം നിമിത്തം, മാണ്ഡവ്യൻ, അണിമാണ്ഡവ്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഒരു ഋഷിയാണ്. പ്രജകളെ ന്യായപ്രകാരം ദണ്ഡിക്കുന്ന ഭഗവാനായ യമൻ സഹോദര ഭാര്യയായ ദാസിയിൽ സത്യവതി
സുതാത് വ്യാസനിൽ നിന്നുണ്ടായി. അങ്ങ് ആരിൽ നിന്നുണ്ടായി? ദാസിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങയുടെ അമ്മയും പിന്നെ അല്ലേ, അത് അങ്ങയുടെ അച്ഛനും ധൃതരാഷ്ട്ര അച്ഛനും പാണ്ഡവൻ്റെ അച്ഛനും ഒന്നാണ്, വ്യാസരനെ. പക്ഷെ പാത്രം മാറിപ്പോയി. ഗർഭസ്ഥ അതായത് സ്ത്രീ മാറി. ധൃതരാഷ്ട്ര അമ്മ വേറെ, പാണ്ഡുവിൻ്റെ അമ്മ വേറെ, വിദുരരുടെ അമ്മ വേറെ. പക്ഷെ അച്ഛൻ മൂന്നാളുടെ ഒന്നാണ്. അപ്പോൾ പറഞ്ഞു, ഭഗവാൻ ധർമ്മരാജാവിൻ്റെ അംശാവതാരമായതുകൊണ്ട് ഈ വിധം ഭഗവത് ഭക്തിയുണ്ടായതിൽ ആശ്ചര്യപ്പെടുവാൻ അവകാശമില്ല. ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ എന്നാണ് പറഞ്ഞത്. എന്താ സംഭവിക്കേണ്ടത് അതേ സംഭവിക്കൂ, വേറൊന്നും സംഭവിക്കില്ല. അത് കുറച്ചുകൂടി നന്നാവായിരുന്നു, ഇത്ര നന്നാക്കണ്ട എന്നും പറഞ്ഞാൽ നടക്കില്ല, ഇല്ലേ? ചിലവരുണ്ട്. ഭർത്താവ് സ്വന്തം പെങ്ങൾക്ക് ഒരു സാരി എടുത്ത് കൊടുക്കുമ്പോൾ ഭാര്യയ്ക്ക് അസൂയ ഉണ്ടാവാൻ പാടില്ല. അതേമാതിരി ഏട്ടൻ ഭാര്യയ്ക്ക് സാരി വാങ്ങി കൊടുക്കുമ്പോൾ സിസ്റ്റർ സഹോദരിക്ക് വിഷമം തോന്നാൻ പാടില്ല. ഈ ഭൗതിക ജീവിതത്തിലുള്ള പോരായ്മകളാണ് കാലാകാലം നീണ്ടു നിൽക്കുന്ന റിവഞ്ചായിട്ട് മാറുന്നത്. എന്തിനാ റിവഞ്ച്? എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കണു, അല്ലേ? ഇപ്പോൾ ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും കാലുകൊണ്ട് വയ്യെങ്കിൽ കാല് മാറ്റി കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കരൾ മാറ്റി കൊടുക്കാം, കാല് മാറ്റി കൊടുത്തതായിട്ട് ഞാൻ കേട്ടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്. കരൾ കൊടുക്കും, വൃക്ക കൊടുക്കാം, എന്നാൽ 2 കാലില്ല, ഒരേ കാലാട് കൊടുക്കുക. അത് വാങ്ങുന്ന ആൾക്ക് ഉപകരിക്കില്ല, കൊടുക്കുന്ന ആൾക്ക് ഉപകരിക്കില്ല. ഇത്രയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു വിചാരിക്കുക. ജഗദീശ്വരൻ്റെ അനുഗ്രഹം അല്ലാണ്ട് വേറൊന്നും ഉണ്ടാവില്ല. ജഗദീശ്വര അനുഗ്രഹത്തിന് ചെറിയ കാര്യങ്ങൾ മതി. എന്താ ചെറിയ കാര്യങ്ങൾ? ആരോടും അസൂയ ഉണ്ടാവാണ്ടിരുന്നാൽ മതി. അസൂയ പറഞ്ഞോഷയാണ്. അപ്പോൾ പറഞ്ഞു ഭഗവാന്റെ ധർമ്മരാജാവിൻ്റെ അംശാവതാരമായതുകൊണ്ട് ഈ വിധം ഭഗവത് ഭക്തി ഉണ്ടായതിൽ ആശ്ചര്യപ്പെടുവാൻ അവകാശമില്ല. മാണ്ഡവ്യമുനി ശപിച്ചത് നിമിത്തം സാക്ഷാൽ ഭഗവാൻ യമൻ വ്യാസരുടെ സഹോദരനായ വിചിത്രവീരൻ്റെ ഭാര്യയായിരുന്ന ദാസിയിൽ. വിചിത്രവീരൻ, എനിക്ക് ഈ പേര് എപ്പോഴും തെറ്റും, മൊത്തം തെറ്റാണ്, ഭഗവാൻ നേരാക്കി കൊണ്ടു, ഇനി അതുകൊണ്ടല്ലോ. അപ്പോൾ വിചിത്രവീരൻ്റെ ഭാര്യയായിരുന്ന ദാസിയിൽ, ശൂദ്രസ്ത്രീയിൽ വ്യാസവീരത്തിൽ നിന്ന് ജനിച്ചവനാണല്ലോ ഭവാൻ. ബാലനായിരുന്ന കാലത്ത് ഈച്ചയെ ഈർക്കലിയിൽ കോർത്ത് കളിച്ചതായ കുറ്റത്തിന് യമൻ മാണ്ഡവ്യമുനിക്ക് ശൂലാരോഹണ ദുഃഖം അനുഭവിപ്പാൻ ഇടവരുത്തി. ഇത് നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കണം. ഒരു കുട്ടി അറിവില്ലാതെ കണ്ട് ഈച്ചേനെ ഈർക്കലിയിൽ കോർത്തു എന്നാ, ചിത്രശലഭത്തെ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എന്തു വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ കോർത്ത് കളിച്ചതായ കുറ്റത്തിന് യമൻ എന്ത് ചെയ്തു? മാണ്ഡവ്യമുനിക്ക് ശൂലാരോഹണ ദുഃഖം അനുഭവിപ്പാൻ ഇടവരുത്തി. ബാല്യത്തിൽ അറിവില്ലാതെ ചെയ്യുന്ന കുറ്റം ശിക്ഷയ്ക്ക് യോഗ്യമല്ലെന്നുള്ള മര്യാദയെ അതിക്രമിച്ച യമൻ ശൂദ്രസ്ത്രീയിൽ ജനിച്ച് മനുഷ്യലോകത്തിൽ ഒരു ജന്മം കഴിച്ചു കൂട്ടണം എന്ന് മുനി യമനെ ശപിച്ച കഥയെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഈ കഥ എന്തിനാ? എത്ര ചെറിയ കുറ്റത്തിനും തെറ്റുണ്ട്, അല്ലെങ്കിൽ ശിക്ഷയുണ്ട്, ശിക്ഷിക്കപ്പെടാണ്ട് പോവില്ല. അടുത്ത ശ്ലോകം 21. ഭവാൻ ഭഗവതോ നിത്യം സമ്മതസ അനുഗസ്യ ച യസ്യ ജ്ഞാനോപദേശായ മാ ആദിശൽ ഭഗവാൻ വ്രജൻ. ഭവാൻ ഭഗവതോ നിത്യം സമ്മതസ അനുഗസ്യ ച
യസ്യ ജ്ഞാനോപദേശായ ആദിശൽ ഭഗവാൻ വ്രജൻ. പരിചാരകസഹിതനായ അനുഗസ്യ പരിചാരകസഹിതനായ ഭഗവാന് അങ്ങ് നിത്യം എപ്പോഴും സമ്മതൻ പോവാനൊരുങ്ങിയ ഭവാൻ, അതായത് ഈശ്വരൻ യാതൊരുവന് ജ്ഞാനോപദേശിപ്പാനായിക്കൊണ്ട് എന്നോട് കൽപ്പിച്ചു. അങ്ങ് ഭാഗ്യവാനാണ് വിതുരരെ എന്ന് ഞാൻ പറയാൻ കാരണം എന്താ? അവതാര നിയോഗം കഴിഞ്ഞ ശ്രീകൃഷ്ണൻ താൻ സ്വധാമപ്രാപ്തിക്ക് പുറപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ സംഗതി വശാൽ എനിക്ക് അദ്ദേഹത്തിനെ നമസ്കരിക്കാൻ പറ്റി. അപ്പോൾ പറഞ്ഞു, താൻ അധികം വൈകാതെ കണ്ട് വിതുരരെ നേരിൽ കണ്ട് ബ്രഹ്മോപദേശം ചെയ്തു കൊടുക്കണം, ഇത് എൻ്റെ ആദേശമാണ്. ഭഗവാൻ ഉപദേശം കൊടുത്താലും മൈത്രേയ മഹർഷി കൊടുത്താലും നാരദർ കൊടുത്താലും ഒക്കെ ഉപദേശം തന്നെയാണ്. ഭഗവാന് വേണ്ടി മൈത്രേയനെ നിർവഹിച്ചു എന്ന് മനസ്സിലാക്കിയാൽ നന്നായി. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം ശ്രദ്ധിക്കുക. അങ്ങയോട് ഒരുമിച്ച് തന്നെ സഞ്ചരിക്കുന്ന ഭഗവാൻ ശ്രീഹരിക്ക്, നമ്മളെല്ലാവരും ആരോടൊപ്പം സഞ്ചരിക്കണത്? ശ്രീഹരിയുടെ ഒപ്പം. അതെങ്ങനെയാണ്? ഞാൻ എൻ്റെ കാലിലല്ലേ നടക്കുന്നത്. ഈ നമ്മുടെ കാലിൽ നടക്കാൻ നമ്മൾക്ക് പ്രേരണ ശക്തിയും ബലവും തന്ന് അനുഗ്രഹിക്കുന്നത് ശ്രീഹരി ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന പ്രമാണത്തിൽ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ പ്രസൻറ്റേഷൻ വളരെ ശ്രദ്ധിക്കണം. അങ്ങയോട് ഒരുമിച്ച് തന്നെ സഞ്ചരിക്കുന്ന ഭഗവാൻ ശ്രീഹരിക്ക് അങ്ങയിൽ എപ്പോഴും സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ വിതുരർ ദുഃഖിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ദുഃഖങ്ങൾ വരുമ്പോഴേക്കും അദ്ദേഹം അതിന് ആക്ഷൻ എടുക്കും. കൗരവസഭയിൽ മന്ത്രി എന്നുള്ള സ്ഥാനമുള്ളത് കൊണ്ടല്ലേ സുയോധനൻ എന്നെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചത്? ആ അപമാനം ഇനി ഞാൻ സ്വീകരിക്കണില്ല, ഞാനിതാ എൻ്റെ മന്ത്രിസ്ഥാനം രാജിവെച്ചതാ പോയി. അപ്പോൾ ദുഃഖത്തെ ആനന്ദമാക്കാനും ആനന്ദത്തിനെ സുഖമാക്കാനും അറിവ് ഉപയോഗിക്കും. എപ്പോൾ രാജിവെക്കണം, എപ്പോൾ രാജിവെക്കാൻ പാടില്ല, ഇതൊക്കെ അറിയണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭഗവാൻ നരലോകത്തെ ഉപേക്ഷിച്ച് സ്വസ്ഥാനത്തെ പ്രാപിപ്പാൻ ഭാവിച്ച ഭഗവാൻ ശ്രീഹരി അങ്ങേക്ക് പരമാർത്ഥജ്ഞാനം, ഈ ബ്രഹ്മോപദേശം എന്ന് പറഞ്ഞാൽ എന്താ? പരമാർത്ഥം എന്താ വെച്ചാൽ അത് അറിവ് ഉപദേശിപ്പാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നോക്കുക, അനുഗ്രഹ വിശേഷം. എത്ര ആൾക്കാരുണ്ട് ഭാരതവാസികൾ. എന്തിനാ വിതുരർക്ക്? ഹീ ഡിസർവ്സ് ഇറ്റ്. അദ്ദേഹം അത് ആഗ്രഹിക്കണമെന്നല്ല, അർഹിക്കണമെന്ന് അർത്ഥം പറയണം. 22 അധതേ ഭഗവൻ ലീലാ യോഗമായോപബൃംഹിത വിശ്വസ്തിത്യുത്ഭവാന്ധർത്ഥാ വർണ്ണയാമ്യാനു അനുപൂർവശാം. അധതേ ഭഗവൻ ലീലാ യോഗമായോ ഉപബൃംഹിതാം വിശ്വസ്തിത്യുത്ഭവാന്ധാർത്ഥാ വർണ്ണയാമ്യനുപൂർവശാം. എന്താണ് വാക്കാർത്ഥം പറയാം? യോഗമായയാൽ അഭിവൃദ്ധി പ്രാപിച്ചവയും ലോകത്തിൻ്റെ രക്ഷാ ഉൽപ്പത്തി സംഹാരം ഈ പ്രയോജനത്തോടു കൂടിയവയുമായ ഭഗവാന്റെ ലീലകളെ ക്രമത്തിൽ അങ്ങയോട് ഞാൻ വർണ്ണിക്കാം. ഇനി എന്താ വേണ്ടത്? ഭഗവാന്റെ ബ്രഹ്മോപദേശം അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ പരമാർത്ഥജ്ഞാനം, ബ്രഹ്മാവിൻ്റെ അല്ല, ഭഗവാന്റെ പരമാർത്ഥജ്ഞാനം അങ്ങേക്ക് ഞാൻ ഭഗവാന്റെ എല്ലാ അവതാരങ്ങളെ പറ്റിയിട്ടും പറഞ്ഞു തരാം എന്ന് പറയണം. അപ്പോൾ അതിൻ്റെ ഒരു ഭാവാർത്ഥം വരുന്നുണ്ട്. ആകയാൽ യോഗമായ പ്രഭാവത്താൽ അഭിവൃദ്ധിയെ പ്രാപിച്ചവയും ലോകങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്നതായ പ്രയോജനത്തോടുകൂടിയവയുമായ ശ്രീഹരിയുടെ ലീലകളെ അങ്ങയോട് ക്രമത്തിൽ ഞാൻ വിവരിച്ചു പറയാം എന്ന് പറഞ്ഞു. ഇനി 23-ാമത്തെ ശ്ലോകം വരുന്നു. ഭഗവാൻ അനേക ആസേദം അഗ്ര ആത്മനാം വിഭു ആത്മേശാനുഗതാവാൻ ആത്മാനാം
അതി ഉപലക്ഷണം തന്നെ വേണം. ഭഗവാൻ ഏക ആസേദം അഗ്ര ആത്മനാം വിഭു ആത്മേശാനുഗതാവാൻ ആത്മേശ്ചാനുഗതാവാത്മാനം അല്ല ആത്മാനുഗതവാൻ ആത്മാനാൻ അത്യുപലക്ഷണ. ഇവിടെ ഒരു മിനിറ്റ് ഞാൻ ശരിയാക്കി തരാം. ആത്മേശ്ചാനുഗതാവാത്മാനാം അതി ഉപലക്ഷണം. അതിൻ്റെ ഭാവാർത്ഥം പറയാം. ജീവന്മാരുടെ പ്രഭുവും സ്വരൂപവും ഐശ്വര്യപൂർണനും നാനാത്വ ബുദ്ധി നിമിത്തം കാണപ്പെടാത്തവനുമായ ആർക്ക്? നമ്മളെപ്പോലുള്ളവർക്ക് നാനാത്വ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ഈശ്വരനെ കാണാത്തത്. നാനാത്വ ബുദ്ധി വെടിഞ്ഞ് നാനാത്വത്തിൽ ഏകത്വം കണ്ടു നോക്കൂ. ഭഗവാനെ കൺകുളിർക്കെ കാണാം ഹൃദയപത്മത്തിൽ. ഏകമായിരിക്കുന്ന പരബ്രഹ്മത്തിൽ നാനാത്വ ബുദ്ധി വെടിയ എന്നാ കാര്യം നടന്നു. അപ്പോൾ പറഞ്ഞു, ആത്മാവ് സ്വന്തം ഇച്ഛ തുടർന്നു കൊണ്ടിരിക്കും വിഷയത്തിൽ സൃഷ്ടിക്ക് മുമ്പ് ഈ കാണപ്പെടുന്നത് സമസ്തവും ഒരുവൻ മാത്രമായിട്ട് ഭവിച്ചു എന്നാ. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥമുണ്ട്, കുറച്ച് ഗംഭീര, അതായത് ജാസ്തി ഉണ്ടെന്ന് അർത്ഥം. ആദിയിൽ ജീവാത്മാക്കളുടെ പ്രഭുവും പരമാർത്ഥ സ്വരൂപഭൂതനും ഐശ്വര്യപരിപൂർണനും നാനാത്വ ബുദ്ധി നിമിത്തം ആ വിധത്തിൽ അറിയപ്പെടാതിരിക്കുന്നവനും മായ തന്നിൽ ലയിച്ചിരിക്കുമ്പോഴും തനിക്ക് മായയോട് ബന്ധമില്ലാതിരിക്കണമെന്നുള്ള ഇച്ഛയ്ക്ക് അനുസരണം ഭഗവാൻ ഏകനായി തന്നെ ഇരിക്കുന്നവനുമായിരുന്നു. സൃഷ്ടിക്ക് ശേഷം കാണപ്പെടുന്ന ലോകം സൃഷ്ടിക്ക് മുമ്പ് ഭഗവാനിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഉണ്ടായെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഉള്ളിൽ ആയിരുന്നു പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. ആത്മാവാ ഇതം ഏക ഏവാഗ്ര ആസീത്, ഒരു പ്രമാണം പറയാണ് എന്നുള്ള ശ്രുതിവാക്യത്തിൻ്റെ സാരത്തെയാണ് ഇവിടെ വിവരിച്ചത്. ഇതിൽ അടങ്ങിയ സംഗതിയെ ഒന്നുകൂടി സ്പഷ്ടമാക്കാം. അതെങ്ങനെയാണ്? സൃഷ്ടിക്ക് മുമ്പ് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെന്നും ഉള്ളതായ ഒരു പരമാർത്ഥ വസ്തു ആത്മാവായ ഭഗവാൻ ഏകമാത്രമാകുന്നു. ഇപ്പോൾ കാണപ്പെടുന്ന ഈ ലോകം മുഴുവനും ഏകനായ ഭഗവാനിൽ അടങ്ങിയിരുന്നു. ഏകനായിരിക്കുന്നവനും നാനാരൂപത്തിൽ കാണപ്പെടുന്നവനും ഭഗവാൻ ഏകൻ തന്നെ. ഇങ്ങനെ രണ്ടു വിധത്തിൽ ഇരിപ്പാനും കാരണം ഈശ്വരൻ്റെ ഇച്ഛ തന്നെ. ഈശ്വരൻ്റെ ഇച്ഛയെ അന്യതാകരിക്കാൻ നമ്മളെ കൊണ്ടാവില്ല, ഫ്ലോപ്പാവും. തന്നിൽ എല്ലാം അടക്കി ഏകനായിരിക്കാൻ ആഗ്രഹിച്ച ഭഗവാൻ തന്നെ പിന്നെ ബഹുരൂപനായിരിക്കാനും ആഗ്രഹിച്ചു. അപ്പോൾ അന്തർഗതമായ ലോകത്തെ ബഹിർഭാഗത്തിൽ പ്രകാശിപ്പിച്ചു. അതിലെല്ലാം അനുപ്രവേശിച്ചു. എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ പ്രവേശിച്ചു. സൃഷ്ടിക്ക് ശേഷം ആവശ്യമായി. എന്നിട്ടോ ഒന്നോടും അപ്പോൾ അനുപ്രവേശിച്ചു എന്ന് പറഞ്ഞാലും ശരി, ഒന്നോടും സംബന്ധപ്പെടാതെ അപ്പോഴും ഏകനായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്തു. ഇതാണ് മുകളിൽ വിവരിച്ചതിൻ്റെ ചുരുങ്ങിയ സാരം. പ്രതിബിംബരൂപേണ ലോകസ്വരൂപനും ബിംബരൂപേണ ഏകനുമായിരിക്കുന്നു എന്ന് സാരം. ഇത് എപ്പോഴും കോട്ട് ചെയ്യാൻ നല്ലൊരു വാചകമാണ്. എന്താ? പ്രതിബിംബരൂപേണ ലോകസ്വരൂപനും ബിംബരൂപേണ ഏകനുമായിരിക്കുന്നു എന്ന് സാരം. എന്താ സംഗതികളുടെ ഗൗരവശുണ്ടാവും. ഇനി 24-ാമത്തെ ശ്ലോകം. സവായേഷ തഥാ ദ്രഷ്ടാ ന അപശ്യത് ദൃശ്യമേകരാട്
മേനെ അസന്തം ഇവാത്മാനം സുപ്തശക്തിർ അസുപ്തദൃക് സവായേഷ തഥാ ദ്രഷ്ട ന അപശ്യത് ദൃശ്യമേകരാട് മേനെ അസന്തം ഇവാത്മാനം സുപ്തശക്തിരസുപ്തദൃക്. ഏകനായി പ്രകാശിക്കുന്നവനും ലയിച്ചിരിക്കുന്ന ശക്തിയോട് കൂടിയിരിക്കുന്നവനും ലയിക്കാത്ത അറിവോടുകൂടിയവനും ദർശിക്കുന്നവനുമായിരിക്കുന്ന ആ ഇവൻ തന്നെ ഇല്ലാത്തവനെന്ന പോലെ വിചാരിച്ച് കാണത്തക്കതിനെ കണ്ടതുമില്ല. കാണത്തക്കതിനെ കണ്ടതുമില്ല എന്നാ. കുറച്ച് ടിക്ലിഷ് സൂത്രം ആണ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എന്താ പറഞ്ഞത്? സൃഷ്ടിക്ക് മുമ്പത്തെ നില ഏത് വിധമായിരുന്നുവെന്ന് വിവരിക്കണം. ജ്ഞാനാനന്ദ പ്രകാശസ്വരൂപനായ, ജ്ഞാനം ആനന്ദം പ്രകാശസ്വരൂപനായ ആര്? ആത്മാവ്, പരമാത്മാവിൻ്റെ രൂപമെന്ന് പറയുന്നത്. ജ്ഞാനം ആനന്ദം സ്വരൂപ പ്രകാശസ്വരൂപനായ ഭഗവാൻ ഏകൻ മാത്രമുണ്ട്. ജ്ഞാനസ്വരൂപനായ തൻ്റെ ജ്ഞാനത്തിന് വിഷയമായിട്ട് അന്യമായിട്ടൊന്നുമില്ലാത്തതിനാൽ കാണുന്നവൻ എന്ന നിലയിൽ തന്നെ അപ്പോൾ ഈശ്വരൻ ഇല്ല. കാണത്തക്ക പദാർത്ഥങ്ങളായി പരിണമിച്ചിരിക്കുന്ന ശക്തി മായാം തന്നിൽ തന്നെ ലയിച്ചിരിക്കുന്നു. ലയവും വികാസവും മായാകാര്യങ്ങളാകയാൽ മായാധിനാഥനായ ഈശ്വരന് ലയവികാസങ്ങളില്ലാത്തത് കൊണ്ട് സദ്രൂപനായ തന്നെ അസദ്രൂപനെന്ന പോലെ വിചാരിച്ചു. ആനന്ദമാത്രമായിരുന്നത് കൊണ്ട് കാണുന്നവൻ കാഴ്ച കാണത്തക്കത് എന്നീ വിധത്തിൽ വിളങ്ങുന്ന ത്രിത്വം, മൂന്നുത്വ ഭഗവാൻ, ഭക്തൻ, ഭക്തി. അപ്പോൾ ഈ ത്രിത്വം മൂന്നെന്ന ഭാവം അപ്പോൾ ഉണ്ടായിരുന്നില്ല. ഈ ഭാവം യോഗിയുടെ നിർവികൽപ്പ സമാധിയിൽ അനുഭവപ്പെടുന്നതല്ലാതെ വേറെ എവിടെയും വരില്ല. നിർവികൽപ്പ സമാധി ഇതിനെക്കുറിച്ചുള്ള വിവരണം വാക്കിന് വിഷയമല്ലാത്തത് കൊണ്ട് സാധ്യമല്ലാണ് അവർ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാവട്ടെ എന്നും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം, നാളെ കാണാം.